സലീം ഒരു പ്രവാസിയാണ്. സാമാന്യം കുഴപ്പമില്ലാത്തൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ട് പണിയൊക്കെ കഴിഞ്ഞ് ഹൗസ് വാമിങ് കഴിഞ്ഞ് ഗൾഫിലേക്ക് വന്നതാണ്. അങ്ങനെ 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഗൾഫിൽ ജോലി ചെയ്തു. എന്നിട്ട് ഒരു 6 മാസം ലീവ് എടുത്ത് നാട്ടിലേക്ക് ചെന്നു. ഒരാഴ്ച കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള പൈസയൊക്കെ തീർന്നിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ, നാട്ടിലേക്ക് പ്രവാസി എത്തിയ പാട് ഒരുപാട് പിരിവുകാരൊക്കെ വരും. നമുക്ക് ആരെയും നിരാശരായി മടക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഗൾഫുകാരാണല്ലോ. അങ്ങനെ പൈസ ചിലവ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് എന്ന് സലീമിന് മനസ്സിലായി. ഒരു ദിവസം സുബൈ നമസ്കാരത്തിന് രാവിലെ പള്ളിയിലേക്ക് ചെന്നു. അങ്ങനെ അവിടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിച്ച് തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. വന്നപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ട്, ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നോക്കുമ്പോൾ ഉമ്മറത്ത് ലൈറ്റൊന്നും ഓഫാക്കിയിട്ടില്ല. അങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് കയറി റൂമിലേക്ക് നോക്കിയപ്പോൾ അവിടെയും ഇവിടെയുമായിട്ടൊക്കെ ലൈറ്റ് ഉണ്ട്, ഫാനുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭാര്യയെ വിളിച്ചു, റസിയ നീ എവിടെ? അവൾ വിളി കേട്ട് ഓടി വന്നു. ആ മനുഷ്യൻ, നിങ്ങൾ എവിടെ പോയതായിരുന്നു? കുറേ നേരമായല്ലോ. ഞാനിങ്ങനെ പള്ളിയിൽ പോയി, അങ്ങനെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിച്ച് കുറേ നേരം വൈകിയെന്ന് പറഞ്ഞു. അല്ല, നീ എന്താ ഈ ലൈറ്റൊന്നും ഓഫാക്കിയിട്ടില്ലേ? ഫാനും ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, നീ ഇതെന്താ ഒന്നൊന്നും ഓഫാക്കാത്തത്? അതത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലെങ്കിലും റസിയ മനസ്സോടെ വന്ന് ഓഫാക്കി. എന്നിട്ട് സലീം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് എൻ്റെ ജീവിത ചെലവ് വല്ലാതെ കൂടിയിട്ടുണ്ട്. തറവാട്ടിലാകുമ്പോൾ ഈ ലൈറ്റ് ഓഫാക്കാത്തതൊക്കെ ഉമ്മാൻ്റെ ശ്രദ്ധ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ഇവളാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചിലവ് കൂടുന്നുണ്ട്. ഭക്ഷണമൊക്കെ അവൾ അളവിൽ കവിഞ്ഞ് അവൾ ഉണ്ടാക്കും, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ വേസ്റ്റാക്കുക ചെയ്യുന്നത്. ഒരുപാട് ഡ്രസ്സൊക്കെ അവൾ എടുക്കുന്നുണ്ട്, വ്യത്യസ്ത ഫാൻസി ആഭരണങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും ചിലവ് വല്ലാതെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് സലീമിൻ്റെ സുഹൃത്തിനെക്കുറിച്ച് അവൻ ഓർമ്മ വന്നത്. പ്രവാസത്തിൽ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 2 ആളുകൾ. അങ്ങനെ റസിയാനോട് പറഞ്ഞു, നമുക്ക് എൻ്റെ സുഹൃത്തുണ്ട്, അവൻ്റെ വീട്ടിലൊന്ന് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ റസിയ ചോദിച്ചു, ഇതെന്താ ഒരു സുഹൃത്തിൻ്റെ വീട് വിസിറ്റിംഗ് ഒക്കെ? ഒന്നുമില്ല, ഞാൻ കുറേ ആയി കണ്ടിട്ട് അവനെ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ റസിയയും കൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് ചെന്നു. റിയാസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ റിയാസ് നല്ല അടിപൊളി സ്വീകരണങ്ങളൊക്കെ കൊടുത്ത് അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സലീം ചോദിച്ചു, എത്രയാണ് നിങ്ങളെ കറണ്ട് ബില്ലൊക്കെ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് 1000-ൽ താഴെയാണ് കറണ്ട് ബില്ല് വരുന്നത് പറഞ്ഞു. 1000-ൽ താഴെയോ? ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കറണ്ട് ബില്ല് വന്നത് 3000 രൂപയാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് നിങ്ങളിതൊക്കെ മാനേജ് ചെയ്യുന്നത്? നിങ്ങളിവിടെ കറണ്ടൊന്നും ഉപയോഗിക്കാറില്ലേ എന്ന് സലീം ഒരു തമാശ രൂപേണ ചോദിച്ചു. അപ്പോൾ റിയാസ് പറഞ്ഞു, ഇവിടെ എല്ലാം കൈകാര്യം ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ടവളാണ്. അവളാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവളാണ് എനിക്കിങ്ങനെ ഒരു സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാനുള്ളൊരു അവസരമൊക്കെ അവളാണ് തരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ റസിയ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി ചോദിച്ചു ഈ സുഹൃത്തിൻ്റെ ഭാര്യയോട്. അപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ തുടങ്ങി. ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ്, ലൈറ്റൊക്കെ ഉപയോഗം കഴിഞ്ഞ സമയത്ത് തന്നെ ഓഫാക്കും. അത് കഴിഞ്ഞ് നമ്മൾ അയൺ ചെയ്യുന്നതൊക്കെ ഞാൻ ഒരുമിച്ചാണ് അയൺ ചെയ്യാറുള്ളത്, കാരണം ഇസ്തിരിപ്പെട്ടി ചൂടാവാൻ തന്നെ നല്ലൊരു കറണ്ട് ചിലവാകുന്നത് കൊണ്ട് അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ മോട്ടർ ഇടുന്ന സമയത്ത് നമ്മളെ ഈ 6 മണി മുതൽ 10 മണി വരെ ഇലക്ട്രിസിറ്റിയുടെ ഒരു ബീപ്പ് ടൈം എന്ന് അറിയപ്പെടുന്ന ടൈമാണ്. ആ സമയത്ത് കൂടുതൽ ചാർജ് ആവുന്നത് കൊണ്ട് തന്നെ ഞാൻ പകലാണ് അതൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ മറ്റ് ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ അത്യാവശ്യത്തിനുള്ള കാര്യത്തിന് മാത്രമേ ഫ്രിഡ്ജ് തുറക്കാറുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറക്കാറില്ല. കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യം വേണ്ട സാധനങ്ങൾ ഒറ്റ സമയത്ത് എടുത്ത് പുറത്ത് വെക്കും. അങ്ങനെ അതൊക്കെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഞങ്ങളുടെ കുടുംബ ബജറ്റിൽ മറ്റുള്ള ഡ്രസ്സ് എടുക്കൽ അതുപോലെയുള്ള സംഗതികൾക്കൊക്കെ ഞങ്ങൾ 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ആവശ്യവും അനാവശ്യവും അത്യാവശ്യവും എന്ന് പറഞ്ഞിട്ട്. ഇതിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത് എന്നിങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ റസിയക്ക് വല്ലാത്തൊരു അത്ഭുതമായി. റസിയ സലീമിനോട് പറഞ്ഞു, ഇന്നു മുതൽ നമുക്ക് പുതിയൊരു കുടുംബ ബജറ്റ് തയ്യാറാക്കണം, അതനുസരിച്ചാണ് ഇനി നമ്മുടെ ലൈഫ് ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ യാത്രയാവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഫിനാൻഷ്യൽ ഏരിയ.
കുടുംബ ബജറ്റ് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ശരിയാണ്. പക്ഷേ മൈന്യൂട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നിസ്സാരമായിട്ട് നമ്മൾ തള്ളുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ നമ്മളൊന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 6 മാസത്തെ കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ കൃത്യമായിട്ടുള്ള നമ്മൾ ചിലവാക്കുന്ന കാര്യത്തിലൊക്കെ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരുപാട് പൈസ ലാഭത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. എന്ന് മാത്രമല്ല ഇതിൽ നിന്നുള്ള നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത് ഏതൊരു കുടുംബത്തിൻ്റെയും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എത്ര വലിയ ശമ്പളം ഉള്ള ആളാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ആ ഒരു ചിലവ് നിയന്ത്രണം നമുക്കില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇനിയും നല്ല സബ്ജക്റ്റുകളുമായിട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ ചാനലിൽ നിന്ന് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.